നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഞെരുക്കത്തിൽ മുന്നോട്ടു പോകുന്ന യുവതികളിൽ 1% ആളുകൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നപരിഹാരമായി അവർ കണ്ടെത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. പെൺകുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരാളോട് ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ പലപ്പോഴും സുഹൃത്തുക്കൾ ഉൾപ്പെടെ നൽകുന്ന ഒരു ഉപദേശവും ഇത് തന്നെ. ഒരു പണമുള്ള ഒരാളെ തിരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ പണമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കുക, നിന്റെ പ്രശ്നങ്ങളൊക്കെ അതോടെ കഴിയും എന്നത്. എന്നാൽ നമ്മൾ ഈ കേൾക്കുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. പണം അത് വലിയൊരു പ്രശ്നമാണ്, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന പല കഥകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. അതായത് സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെ ഉയർച്ചയിലുള്ള ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോയ പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞ് വെറും 2 മാസത്തിനുള്ളിൽ ജീവനൊടുക്കേണ്ടി വന്ന വാർത്ത. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. വിവാഹം കഴിഞ്ഞ് വെറും 2 മാസം തികയുന്നതിന് മുൻപ് ഭർത്തൃ വീട്ടിൽ ജീവനൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് നവവധുവിന്. മുംബൈക്ക് സമീപത്തുള്ള അംബർനാഥിലാണ് സ്ത്രീധനത്തെ ചൊല്ലി ഭർത്താവിൽ നിന്നുമുള്ള കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിക്കവയ്യാതെ 28-കാരിയായിട്ടുള്ള വിശാഖ തിൽക്കർ ജീവനൊടുക്കിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട വിശാഖയുടെ ഭർത്താവും ഡോക്ടറുമായ നിതിൻ തിൽക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് വെറും 48 ദിവസം മാത്രമുള്ള സമയത്താണ് അതിദാരുണമായിട്ടുള്ള ഒരു ആത്മഹത്യ പോലീസ് സ്റ്റേഷൻ അറിയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 30-നായിരുന്നു വിശാഖയുടെയും ഡോക്ടറായിരുന്ന നിതിൻ തിൽക്കറിന്റെയും വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് മുൻപ് എല്ലാ സാധാരണ നിലയിലുള്ള കാര്യങ്ങളിലേക്കുമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും വിവാഹം കഴിഞ്ഞയുടൻ വിശാഖയുടെ ജീവിതം നരകതുല്യമായി മാറി എന്നിപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നു. വിവാഹ സമയത്ത് തങ്ങൾ പ്രതീക്ഷിച്ചത്രയും സമ്മാനങ്ങളും റെസ്പെക്റ്റും വിശാഖയുടെ വീട്ടുകാരിൽ നിന്ന് ലഭിച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ പീഡനം. വീട്ടിൽ നിന്ന് കൂടുതൽ പണവും സ്വർണവും വാങ്ങി വരാൻ ആവശ്യപ്പെട്ട വിശാഖയെ ഇവർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയും ഇതേ തുടർന്നാണ് ആത്മഹത്യയെന്നും വിശാഖയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നു. ശാരീരിക ഉപദ്രവങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല വിശാഖ നേരിട്ട പീഡനങ്ങൾ. വിശാഖയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നതിനായി ഭർത്താവ് നിതിൻ വീടിനകത്തും പുറത്തുമായി നിരവധി CCTV ക്യാമറകളടക്കം സ്ഥാപിച്ചിരുന്നു. ഇതോടെ വിശാഖയുടെ സ്വകാര്യത പോലും പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തി. കടുത്ത മാനസിക സംഘർഷമായി ഇതോടുകൂടെ ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വീട്ടിൽ വെച്ച് വിശാഖ ആരോടൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു എന്നതടക്കം ക്യാമറകളിലൂടെ ഭർത്താവ് ജോലി സമയത്ത് പോലും നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള നിയന്ത്രണമായിരുന്നു ഈ CCTVയിലൂടെ അയാൾ ഉദ്ദേശിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആരോടെങ്കിലും സംസാരിക്കുമോ എന്നതടക്കം അറിയാൻ വിശാഖയ്ക്ക് പിന്നാലെ തന്നെ CCTV ക്യാമറകൾ. അത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു കഥയാണ് വിശാഖയെ ചൊല്ലി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആക്രമണ സ്വഭാവവും ഈ ഡോക്ടർക്കുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് 2 ദിവസം മുൻപും അയൽപ്പക്കത്തെ ഒരു സ്ത്രീയോട് സംസാരിച്ചതിന്റെ പേരിൽ വിശാഖയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. താൻ അനുഭവിക്കുന്ന ക്രൂര പീഡനങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശാഖ സ്വന്തം അമ്മയെ ഫോണിൽ വിളിച്ച് കരഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മകളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ മാതാപിതാക്കൾ അവളെ ഭർത്തൃ വീട്ടിൽ നിന്നും തിരികെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇതിനിടയിലാണ് വിശാഖ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. വിശാഖ എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി നിതിൻ വീടിനകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. എന്തുമാത്രം ക്രൂരതയാണ് അയാൾ അവളോട് ചെയ്തത്. അവൾ ആരോടെങ്കിലും സംസാരിച്ചാൽ വീട്ടിൽ കയറി വരുമ്പോൾ ക്രൂരമായിട്ടുള്ള മർദ്ദനം നേരിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ വിശാഖയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. സഹികെട്ടാണ് അവൾ ജീവനൊടുക്കിയത്. സംഭവത്തിൽ വിശാഖയുടെ കുടുംബത്തിന്റെ പരാതിയിൽ അംബർനാഥ് ശിവാജി നഗർ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അന്വേഷണം ആരംഭിച്ചു എന്നാണ് സൂചന. മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ, ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഭർത്താവ് നിതിൻ തിൽക്കർ, ഇയാളുടെ അമ്മ ഛായ, സഹോദരൻ നിനാദ് എന്നിവർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ നിതിൻ തിൽക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒളിവിൽ പോയ അമ്മയും സഹോദരങ്ങൾക്കും വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അതായത് ഞാൻ തുടക്കത്തിൽ പറയുന്നത് പോലെ സമ്പത്തുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലേക്ക്
വിവാഹം കഴിച്ചു പോയാൽ ആ പെൺകുട്ടി സേഫായിരിക്കുമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിന് മുൻപിലേക്കാണ് ഇത്തരം വാർത്തകൾ എത്തുന്നത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് എത്രമാത്രം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും എന്നത് നമുക്കറിയാം. സ്ത്രീധനം എന്നുള്ള ഒരു കാര്യം തന്നെ നമ്മൾ നിരോധിച്ച ഒന്നാണെങ്കിലും ഇന്നും പലയിടങ്ങളിലും ഇത്തരത്തിൽ സ്ത്രീധനങ്ങൾ കൊടുക്കുന്നുമുണ്ട്, വാങ്ങുന്നുമുണ്ട്. കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരിൽ പെൺകുട്ടികളെ മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ചൂഷണം ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നുകിൽ സ്നേഹമൊരു വില്ലനാകുന്നു, അല്ലെങ്കിൽ സമ്പത്തൊരു വില്ലനായി മാറുന്നു. ഇതോടുകൂടെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേരളത്തിലും സമാന രീതിയിൽ സ്ത്രീധന പീഡനത്തെ ചൊല്ലി നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഇത്. ഒന്നുകിൽ ഭാര്യയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് അവളെ 4 ചുവരുകൾക്കുള്ളിൽ പൂട്ടിയിടുന്ന അവസ്ഥ, അതല്ല എങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, സാമ്പത്തിക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ. ഈ പറയുന്ന വിശാഖയുടെ ഭർത്താവിനെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള ഒരാളൊന്നുമല്ല. എഡ്യൂക്കേഷനിലാണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാ തരത്തിലും സമൂഹത്തിൽ ഏറ്റവും വിലയുള്ള ഒരു പോസ്റ്റിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. എന്നിട്ട് പോലും പണത്തിനോടുള്ള കൊതി വിശാഖയുടെ ജീവനെടുക്കാൻ വരെ അവരെ കൊണ്ട് സാധിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം വാർത്തകൾ എത്ര തന്നെ പുറത്തു വന്നു കഴിഞ്ഞാലും ഇതിലൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു മാറ്റമോ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായി തന്നെ അവിടെ അവശേഷിക്കും എന്നുള്ളതാണ് വസ്തുത. കാരണം കേരളത്തിലുൾപ്പെടെ ഓരോ വർഷവും ഈ പറയുന്ന സ്ത്രീധന പീഡന റിപ്പോർട്ടുകൾ, പരാതികൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് വസ്തുത. നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്നറിഞ്ഞാൽ പോലും അതിന് പിന്നാലെ പോകുന്ന, പണത്തിന് പിന്നാലെ പോകുന്ന, സ്ത്രീധനത്തിന് പിന്നാലെ പോകുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്.